കുട്ടികളുടെ ശരീരത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പാടുകൾ, കഴുത്തിന് ചുറ്റും കറുത്ത പാടുകളോ ഇല്ലെങ്കിൽ വെൽവെറ്റ് പോലെ ചെറിയ ഒരു ഡാർക്ക് ഗ്രീനിഷ് ഒരു പാച്ച് പോലെ വരുന്നത്, ഇത് കക്ഷത്തിൽ വരാം, തുടയിടുക്കിൽ വരാം, നിതംബത്തിന്റെ ബാക്കിലോ പുറകിലോ വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? പലപ്പോഴും ഇത് അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നതാണെന്ന് പറയും. ചിലർ ഫംഗൽ ഇൻഫെക്ഷൻ, ചെറിയ പൂപ്പൽ ബാധയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഓയിൻമെന്റ് ഒക്കെ വാരിയിട്ട് നോക്കും, ഇത് പോകാറില്ല. എന്നാൽ നിങ്ങളുടെ കുട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള പാടുകൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് മുതിർന്നു വരുന്ന സമയത്ത് കുട്ടികൾക്ക് അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ മെറ്റബോളിസം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷണമാണിത്. ഈ കഴുത്തിന്റെ പുറകിൽ കാണുന്ന, കക്ഷത്തിൽ കാണുന്ന കറുത്ത പാച്ചുകൾക്ക് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത്. ഈ പാച്ചുകൾ വന്നു കഴിഞ്ഞിരുന്നാൽ അവരുടെ ശരീരത്തിലുള്ള അവർ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ദഹിച്ച് ഊർജ്ജമായിട്ട് മാറുന്നതിന് പകരം ഇത് പെട്ടെന്ന് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് വണ്ണം വയ്ക്കുന്നതിന്, കുടവയറുണ്ടാകുന്നതിന് കാരണമാകും. വളർന്നു വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഊർജ്ജമാണ് ആവശ്യം. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയോ? കുട്ടികൾക്ക് മറവി, എപ്പോഴും ക്ഷീണം, കിടക്കണം എന്നുള്ള തോന്നലുണ്ടായി എന്ന് വരാം. ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. പെൺകുട്ടികൾക്ക് വളർന്നു വരുന്ന സമയത്ത് പ്രായപൂർത്തിയാകാൻ ഒരുപക്ഷെ മാസമുറ ലേറ്റായി എന്ന് വരാം. അമിതവണ്ണം കാരണം പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ചെറിയ കുട്ടികൾക്ക് തന്നെ കൊളസ്ട്രോൾ പോലുള്ള ടെൻഡൻസി വന്നു എന്ന് വരാം. ആൺകുട്ടികളാണെങ്കിൽ അമിതവണ്ണം വെച്ച് അവരുടെ ശരീര പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് കാരണമാകും. ഇത്തരം പൊല്ലാപ്പുകൾക്ക് പോകാതെ നിങ്ങളുടെ കുട്ടികളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ പാടുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് രക്തപരിശോധന, ഇൻസുലിൻ പരിശോധന നടത്താനായിട്ട് നോക്കുക. ഹോമിയോപ്പതിയിൽ കുട്ടികൾക്ക് കാണുന്ന ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയുണ്ട്. ഇത് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് വേണ്ട രക്തപരിശോധന നടത്തി ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും. ഇത് എല്ലാ അമ്മമാരുടെ, എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.